സിഹിമോളെ, കുറച്ച് പ്രസാദമെങ്കിലും കഴിക്കുന്നേ. രാവിലെ തൊട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയ നിനക്ക് തന്നെ കേട്ടോ ബുദ്ധിമുട്ട്. എനിക്ക് വിശക്കുന്നില്ല സീതമ്മ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നീ അവന് വേണ്ടിയിട്ട് കഴിക്കാതിരുന്ന നിനക്ക് വയ്യാതായിന്ന് അവനറിഞ്ഞ അവന് വിഷമാവില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് വേണ്ടിയിട്ടല്ല, അവന് വേണ്ടിയിട്ടെങ്കിലും നീ ഒന്ന് കഴിക്ക് പ്ലീസ്. പക്ഷെ സീതമ്മ, ഈ പ്രസാദം നമ്മുടെ ഫ്രണ്ടിനും കൂടെ കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കാം മോളെ? സീതമ്മ, ഒരേ ഒരു തവണ ഞാൻ എന്റെ ഫ്രണ്ടിനെ കണ്ടോട്ടെ. ഞാൻ അവിടെ കുറെ നേരം നിക്കില്ല. ഞാൻ അവനെ കൊണ്ട് സംസാരിപ്പിക്കില്ല. ഞാൻ അവനെ ഡിസ്റ്റർബും ചെയ്യില്ല. ദൂരെ നിന്ന് നോക്കിയിട്ട് പ്രസാദം കൊടുത്തിട്ട് വേഗം വരാം. സിഹിമോളെ, അവിടെ അവന്റെ വീട്ടുകാരൊക്കെ കാണും. അതൊന്നും ശരിയാവില്ല. നമ്മൾ ദൈവത്തിനോട് അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് വന്നതല്ലേ. ഇനി അവന്റെ കാര്യം ദൈവം നോക്കിക്കോളും. അവിടെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. റാമിനെല്ലാം വേഗം തന്നെ ശരിയായിക്കോളും. ഇല്ല സീതമ്മ, എന്റെ ഫ്രണ്ടിന്റെ നെറ്റിയിൽ കുങ്കുമം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി എന്തായാലും അവൾ ഉറങ്ങില്ല. റാമിന് സിഹിന്ന് വെച്ചാൽ എത്ര ഇഷ്ടമാണെന്ന് നിനക്ക് അറിയില്ലേ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹമല്ലേ? ഇനി എങ്ങാനും ഇവളുടെ ശബ്ദം കേൾക്കുമ്പോഴെങ്കിലും റാം അതിന് ചിലപ്പോൾ റിയാക്ട് ചെയ്താലോ? വാ സീതമ്മ, നമുക്ക് പോകാം. ഇനിയിപ്പൊ എന്താ ഞാൻ ചെയ്യാ? എനിക്ക് റാമിന്റെ ആരോഗ്യ പ്രധാനം. ഞാൻ സിഹി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അഥവാ അവിടെ ചെന്നിട്ട് നിനക്ക് അവനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നീ വിഷമിക്കാനൊന്നും പാടില്ല. ദൈവത്തോട് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളൂ എന്ന് ആശ്വസിച്ച് നീ എന്റെ കൂടെ വരണം കേട്ടോ. ശരി സീതമ്മ. സീതമ്മ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഫ്രണ്ടിന് ടേക്ക് കെയറിന് ഡ്രോയിങ് ചെയ്തിട്ട് വരാം. നീ അത് കണ്ടില്ലേ? റാമിന് എത്ര ഇഷ്ടമാണെന്ന് നോക്ക് അവൾക്ക്. അവള് ഡ്രോയിങ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വരാം. ഇയാളെ എന്തെങ്കിലും ചെയ്ത് പറഞ്ഞയക്കേട്ടാ. എളുപ്പമുള്ള കാര്യമല്ലേ? പുലിമടയിലേക്ക് നമ്മൾ പോയാലും ഇനി നമ്മുടെ അടുത്തേക്ക് പുലി വരികയാണെങ്കിലും പോകുന്നത് നമ്മുടെ ജീവനാ. ഇവിടെ എത്ര കാലം സൈലന്റ് ആയിട്ടിരിക്കുന്നോ അത്രയും കാലം ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു കാശിന് കൊള്ളില്ല. സാറേ, കഴിക്കാമോ സാറേ? അയ്യോ, സൂക്ഷിച്ച്. ഇങ്ങോട്ടിരിക്കേ. ഡൈനിങ് ടേബിൾ ഇല്ലേ? ഡൈനിങ് ടേബിൾ വാങ്ങാനായിട്ട് ആ മഹാലക്ഷ്മി എന്റെ മേൽക്കൃപ കാണിച്ചില്ല സാർ. പതുക്കെ. അയ്യോ കഷ്ടം. സാറിന്റെ നടുവേദനയും ദേഹവേദനയും ഒന്നും മാറിയില്ലല്ലേ? ഞാൻ അനുഭവിക്കുന്ന ഒന്നും വേദനയല്ല. എന്നെ എതിർത്തുകൊണ്ടാ രാമൻ. ഇനി മുതൽ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നരക വേദന അവൻ അനുഭവിക്കും. അവൻ വെറും ശവമായിട്ട് ജീവിക്കും. നിങ്ങൾ കണ്ടോ? അത് കഴിഞ്ഞ സീത എനിക്കാരുമില്ല, എല്ലാം നിങ്ങളാന്ന് പറയും. അവള് പറയും. സമാധാനപ്പെടും സാർ, ഭക്ഷണം കഴിക്കേ. ഈ വീട്ടിൽ എന്താ പപ്പടമൊന്നുമില്ലേ? ഇല്ല.
അല്ല മോളെ, നമ്മള് ഇന്നലെ രാഘവൻ ചേട്ടന്റെ കടയിൽ നിന്ന് 2 പാക്കറ്റ് പപ്പടം വാങ്ങിയില്ലായിരുന്നോ? അല്ല, ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ കിറ്റിലും പപ്പടം ഉണ്ടായിരുന്നല്ലോ. മറന്നുപോയതാ സാറേ. കല്യാണ ചെറുക്കിന് കൊടുക്കുന്ന മര്യാദയാണോ ഇത്? കല്യാണ ചെറുക്കനോ? പറഞ്ഞിരുന്നില്ലേ നിന്റെ പെങ്ങള് സീത, അവളാ എന്റെ ഭാര്യ. എന്റെ മാനവും മര്യാദയൊക്കെ പോയില്ലേ? അതേ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് അവളെ കെട്ടണം, അവളെ കല്യാണം കഴിക്കണം. വേഗം പോയി പപ്പടം കൊണ്ടുവാ. വെള്ളം വെള്ളം. എന്നാ സാറേ. സോറി മാഡം, ആരെ അകത്തേക്ക് വിടാൻ കഴിയില്ല. എന്താ വിട്ടാല്? എനിക്ക് എന്റെ ഫ്രണ്ടിനെ കാണണം. സർ, ഞങ്ങൾ ഒരുപാട് സമയമൊന്നും അകത്തെടുക്കില്ല. അമ്പലത്തിൽ നിന്ന് ഈ പ്രസാദം തന്നിരുന്നു, അതൊന്ന് അകത്ത് കൊടുത്തിട്ട് വേഗം പോയിക്കോളാം. സിറ്റുവേഷൻ ഇതൊന്നും അലൗ ചെയ്യുന്നില്ല മാഡം, ഓൺലി ഫാമിലി മെമ്പേഴ്സ് മാത്രം. ഏയ്, അവര് നമ്മുടെ ഫാമിലിയിലുള്ളതാ. ഐ മീൻ നമ്മളായിട്ട് ബന്ധമുള്ളവരാ. ആരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ലല്ലേ? അവരെയും കൂടെ. സർ, സീത, നിങ്ങൾ വരൂ. അശു അങ്കിൾ, എന്റെ ഫ്രണ്ടിന് ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖായിട്ടുണ്ടോ? എനിക്ക് ഈ ഡ്രോയിങ് അവന് കൊടുക്കാൻ പറ്റുമോ? അവൻ സംസാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും കൊടുക്കാം. ഇപ്പൊ നീ ഇവിടെ എത്തിയില്ലേ, നിന്റെ ഫ്രണ്ടിന് ഉറപ്പായും ഭേദവും. നോക്കിക്കോ. ആണോ? യെസ്. സർ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നതില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? റാമിനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു, അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്താ സീത ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളല്ലേ ഇങ്ങോട്ട് വരേണ്ടിയത്. ഇവിടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളിവിടെ വേണം. റാമിന് സിഹിയെ എത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഇവളെ കണ്ടുകഴിഞ്ഞാൽ റാം ചിലപ്പം ഭേദമാവും. വരൂ.
സിഹി, നിനക്ക് നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അകത്ത് കയറണം. ഇല്ല, ഇവൻ എന്റെ ഫ്രണ്ട് ആവാൻ ഒരിക്കലും കഴിയില്ല. എന്റെ ഫ്രണ്ട് പവർഫുള്ളാ, ഹീറോയാ. അവന് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ അറിയാം. ഇങ്ങനെ കിടക്കുന്ന ആൾ എന്റെ ഫ്രണ്ട് അല്ല. സിഹി, അവൻ നിന്റെ ഫ്രണ്ടാ മോളെ. അവനിപ്പോ ചെറിയ വയ്യാഴികയുണ്ട്. ഡോക്ടർ ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുക. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. വാ, ഇവിടെ വരെ വന്നിട്ട് അകത്തോട്ട് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? നിന്റെ ഫ്രണ്ടിനെ നിനക്ക് കാണുമെന്ന് പറഞ്ഞിട്ടല്ലേ? വാ, നോക്കാം, വാ. ഇല്ല സീതമ്മ, എനിക്ക് പേടിയാവുന്നു. സീത, ഞാൻ സിഹിയോട് സംസാരിക്കട്ടെ. നിങ്ങളെ റാമിനെ കണ്ടോളൂ. നേരത്തെ ജസ്റ്റ് ബോധം വന്നപ്പോൾ എന്തോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. അതെല്ലാം വെറുതെയായി. അവൻ വീണ്ടും സംസാരിച്ച അവൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ ആക്സിഡന്റിന് തൊട്ടു മുമ്പ് അവൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു. സോ പ്ലീസ് ഹെൽപ്പ് ഹിം. റാം, ഈ അവസ്ഥയില് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ നിനക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല റാം. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം നിന്നെ ഒരിക്കലും കൈവിടില്ല. ഒരു 5 മിനിറ്റ് എങ്കിലും നീ അങ്ങോട്ട് വന്നപ്പോ ഞാൻ നിന്നെ പിടിച്ചെടുത്ത് സംസാരിക്കണമായിരുന്നു. നിനക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആക്സിഡന്റ് ഒന്നും നടക്കില്ലായിരുന്നു റാം. അയൽപ്പക്കത്തുള്ളവരൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അതിന് ചെവി കൊടുത്തുപോയി. അവിടെ നിന്ന് നിന്നെ പറഞ്ഞയക്കാൻ വേണ്ടി എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞുപോയി. നിനക്ക് ഞാൻ കാരണം ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. പക്ഷെ നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റാം. എന്റെ എല്ലാ ബുദ്ധിമുട്ടിലും നീ എനിക്ക് കൂടെ നിന്നിട്ടുണ്ട്. ഐ ആം സോറി റാം, ഞാൻ നിന്നെ ഇങ്ങനെ വേദനിപ്പിച്ചതിന്. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. സിഹി നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാ വന്നത്. ആ പ്രാർത്ഥനയൊക്കെ നിനക്ക് തന്നെ വന്നു ചേരണം.
ഇതെന്താ? ഡ്രോയിങ്. ആണോ? എന്താ അതിൽ വരച്ചത്? ഞാൻ നോക്കട്ടെ. Wow! Get well soon. I love you, friend. You are my superstar. എന്റെ ഫ്രണ്ടിന് വേണ്ടി വരച്ചതാ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം സ്റ്റാർസ് എന്തിനാ? ഇത് ടിങ്കിൾ സ്റ്റാർ അല്ല ആശു അങ്കിൾ. ഇതിനൊരു പവർ ഉണ്ട്. പവർ സ്റ്റാർ? പക്ഷേ ഇത് എന്തിനാ? എന്റെ ഫ്രണ്ട് വയ്യാതെ കിടക്കുവല്ലേ ആശു അങ്കിൾ, അവന് പവർ വരാൻ വേണ്ടിയാ. വെരി ഗുഡ്. ഇപ്പൊ നിന്റെ ഫ്രണ്ടിന് പവർ വരണമെന്നില്ലേ? നിനക്കിത് കൊണ്ടുപോയി നിന്റെ ഫ്രണ്ടിന് കൊടുക്കണമെന്നില്ലേ? പിന്നെ നീ ഇത്ര ദൂരം വന്നിട്ട് നിന്റെ ഫ്രണ്ടിന് ഇത് കൊടുക്കാതെ പോയാ അവന് സങ്കടാവൂലേ? എവിടെ നിനക്ക് എത്ര ശക്തി ഉണ്ടോ നോക്കട്ടെ. നോക്കട്ടെ 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 നോക്കട്ടെ. ഓ മൈ ഗോഡ്, നിനക്ക് ഭയങ്കര പവറാണല്ലോ. അതുകൊണ്ടാ നിനക്ക് ഈ പവർ സ്റ്റാർസിനെ പിടിക്കാൻ പറ്റിയേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ പവറില് കുറച്ച് പവർ നിന്റെ ഫ്രണ്ടിനും കൂടി കൊടുത്തിട്ട് വന്നാലോ? പക്ഷെ എനിക്ക് അവനെ കാണുമ്പോ പേടിയാവുന്നു. അവന്റെ മുറിവൊന്നും എനിക്ക് കാണാൻ വയ്യ. എനിക്ക് കരച്ചില് വരുവാ. ഇപ്പൊ നിനക്ക് കരച്ചില് വരുമെന്നും പറഞ്ഞ് നീ നിന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകാതിരുന്ന അവന് പവർ എങ്ങനെ കിട്ടും? നിന്റെ അടുത്ത് മാത്രമേ ഇത്രയ്ക്ക് പവർ ഉണ്ടാകൂ. നീ പവർ കൊടുത്താലേ നിന്റെ ഫ്രണ്ടിന് വേഗം ശരിയാകുള്ളൂ. ആണോ? ടെസ്റ്റ് ചെയ്താലോ? ഓക്കേ. ആ ഇതെന്തി പിടിക്ക്. വാ പോവാം. റാം, 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 നീ സ്ട്രെയിൻ എടുക്കല്ലേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല റാം. എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. സീത, നീ എൻ്റെ അടുത്ത് വന്നു. എന്താ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തത്? എനിക്ക് സംസാരിക്കണം. റാം, പതിയെ സംസാരിക്കാൻ ശ്രമിക്കേ. നിന്നോട് ഞാൻ എന്താ പറയുക? എനിക്ക് സംസാരിക്കാനാവുന്നില്ല. പറ റാം, കാര്യം പറയൂ. സീത, നീ ഒരു തവണ എൻ്റെ കണ്ണിലേക്ക് നോക്ക്. എൻ്റെ മനസ്സിലുള്ളതെല്ലാം നിനക്ക് മനസ്സിലാവും സീത. നീയും സിഹയും എൻ്റെ ജീവിതത്തിലേക്ക് വരണം സീത. എനിക്കതിനൊരു അവസരം താ സീത. ഇത് പ്യുവർ ലവ് ആണ്. ഒരു മോശം ഉദ്ദേശം എനിക്കില്ല സീത. ഐ ലവ് യു സീത. പതിയെ സംസാരിക്കാൻ ട്രൈ ചെയ്യ. ശ്രദ്ധിച്ച് സ്ട്രെസ് എടുക്കണ്ട. നീ വീട്ടിലേക്ക് വന്നപ്പോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പറയാനുള്ള അവസരം ഞാൻ തന്നില്ല. ഇപ്പൊ പറഞ്ഞോളൂ എന്നോട്, ഞാൻ കേട്ടോളാം. പറയാം. പേര് വേണം നിനക്ക്? എഴുതി കാണിക്കാൻ വന്നോ?
ഇതാ റാം, ഇതിലെഴുതിക്കോ. റാം, നീ സ്ട്രെസ് എടുക്കരുത്. നെഞ്ചുവേദനയുണ്ടോ റാം? ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? എനിക്ക് മനസ്സിലാവുന്നില്ല റാം, നീ എന്താ പറയുന്നതെന്ന്. എനിക്ക് നിന്റെയും സീതയും കൂടെ ജീവിക്കണം സീത. അതിനൊരവസരം നീ എനിക്ക് താ സീത. ഐ ലവ് യു സീത.